ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കഴിവിലും പ്രവർത്തനത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംഭവിക്കുമ്പോഴാണ് അവിടെ ഒരു വിജയം ഉണ്ടാവുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ലൈംഗികതയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പ്രവേശിപ്പിക്കുന്ന സമയത്ത് പങ്കാളികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പുരുഷൻ്റെ ഉദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കൺഫ്യൂഷൻസ് ഇപ്പോഴും കുറേ പേരുടെ ഇടയിലുണ്ട്. എനിക്ക് തോന്നുന്നു ശരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഇടയിൽ പോലും ഇതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നല്ല ആത്മവിശ്വാസം പുരുഷനുണ്ടാക്കി കൊടുക്കാൻ സ്ത്രീ പങ്കാളിക്ക് പെട്ടെന്ന് കഴിയും. പുരുഷനെ സംബന്ധിച്ച് അവൻ ചെയ്തത് എങ്ങനെയിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അവൻ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പ്രണയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നാളെയും കാണേണ്ട ഒരാളാണെങ്കിൽ അവരെ എങ്ങനെ തൃപ്തിപ്പെടുത്താം എന്നുള്ളതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓവർ എക്സൈറ്റ്മെൻറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, ഓവർ കോൺഷ്യസ്നെസ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ചിന്ത അമിതമായി കഴിഞ്ഞാൽ അതൊരു ഉത്കണ്ഠയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പുരുഷൻ്റെ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചാൽ അത് അവൻ്റെ തന്നെ ഉത്കണ്ഠയായിരിക്കും. കാരണം 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചാണ് പുരുഷൻ ഈ ഒരു കാര്യം സാധ്യമാകുന്നത്. ഒന്ന് ബ്രെയിൻ സിസ്റ്റം, മറ്റൊന്ന് സർക്കുലേറ്ററി സിസ്റ്റം, മറ്റൊന്ന് ലിംഗത്തിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ ബ്രെയിൻ സിസ്റ്റം എന്ന് പറയുമ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഫാൻറ്റസികൾ, ആഗ്രഹങ്ങൾ എല്ലാം ഉൾപ്പെടും. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള സിഗ്നൽ കൊടുക്കുന്നതും ബ്രെയിനാണ്. ഞാനിത് പറയാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉണ്ടാകട്ടോ. കാരണം ബ്രെയിനിന് ഒരു സമയത്ത് ഒരു തരത്തിലുള്ള സിഗ്നലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ആകാംക്ഷയും ഉത്കണ്ഠയും ടെൻഷനും ഭയമൊക്കെ കൂടുതൽ വരുന്ന സിഗ്നലുകളാണ് കിട്ടുന്നെങ്കിൽ അതിനകത്ത് ബ്രെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യും. തന്നെയല്ല, ഈ സമയത്ത് രക്തത്തിൽ കൂടുതലായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ കുറയ്ക്കുകയും ചെയ്യും. അപ്പം ശരീരത്തിനും മനസ്സിനും ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങിൽ തന്നെ നടക്കേണ്ടതാണ്. അവിടെ ഓവറായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് വരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത വരേണ്ട കാര്യമില്ല. പിന്നെ ടൈമിങ്ങിന് മാത്രം ചില കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ച് അവർ വളരെയേറെ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് പുരുഷനിൽ സംഭവിക്കുന്ന ഈ രൂപമാറ്റം. ശരിക്കും പറഞ്ഞാൽ അവരുടെ സാന്നിധ്യത്തിലും അവരോടുള്ള ഇഷ്ടത്തിലും അവരുടെ പ്രയത്നത്തിലുമൊക്കെ അതിൻ്റെ ആ ഒരു ഷേപ്പ് മാറുന്നത് അവർക്കൊരു പ്രത്യേക ആത്മവിശ്വാസം കിട്ടുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഈസി മൂഡ് ക്രിയേറ്റ് ചെയ്തെങ്കിലേ അതിനകത്തൊരു സന്തോഷമുള്ളൂ. അതിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഒരു റിലാക്സ്ഡ് മൈൻഡ് സെറ്റാണ്. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിന്താഭാരവും ഒരു ടാർഗറ്റും നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് കൊടുക്കരുത്. അപ്പോൾ റിലാക്സോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കും. ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് തുടക്കത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രവേശിപ്പിക്കുന്ന സമയത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ അല്ലെങ്കിൽ എന്തോ ഒരു ബലക്കുറവ് പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 100% മാനസികമാണ്, തികച്ചും വ്യക്തിപരവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു കാര്യത്തിൽ അമിതമായിട്ട് കോൺഷ്യസ് ആകുന്നു, അതുവഴി ഉണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവും. നമ്മളിപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സ്ത്രീ പങ്കാളി വേണം പുരുഷൻ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കാനും ധൈര്യം കൊടുക്കാനും. അതിനാദ്യം വേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും അതിനെ ഒരു പ്രശ്നമാക്കി വളർത്താതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ആറ്റിറ്റ്യൂഡ് എന്തെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള പുരുഷൻ എപ്പോഴും ഏത് സമയത്തും ഇതിന് തയ്യാറായിരിക്കണം, ഒരു സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന യന്ത്രം പോലെ ആയിരിക്കണം. ആ ധാരണ മാറ്റിയിട്ട് ഇതിനൊരു മൂഡുണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ആർക്കാണെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാക്കണം. അതുപോലെ 1-2 പ്രാവശ്യം ചെയ്തപ്പം ശരിയായില്ല, ഇനി എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡും നല്ലതല്ല. ഏത് പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും അവൻ്റെ ലൈംഗികപരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് എത്ര പ്രായം ചെന്നാലും മരണം വരെ ഉണ്ടാവും. എന്നാൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും മനസ്സിൻ്റെ ചില പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനവുമാണ് ചില സമയത്ത് പുരുഷനിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഈ സമയത്ത് മനസ്സെവിടാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണ്.
ഏതോ ഒരു കാര്യം ആസ്വദിക്കുന്നു, അതിൻ്റെ റിസൾട്ടാണ് അവിടെ പ്രകടമാകേണ്ടത്. ആ സ്ഥാനത്ത് റിസൾട്ട് നോക്കിയിരുന്നാലോ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്കണ്ഠ എന്താണ്? വലിപ്പത്തിൻ്റെ പ്രശ്നമാണോ? അതല്ലെങ്കിൽ സമയം കിട്ടാത്തതിൻ്റെ ആണോ? അതല്ലെങ്കിൽ ബലവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? എന്താണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾക്കും കാര്യങ്ങൾക്കും ഒന്നും വലിയൊരു പ്രാധാന്യമില്ലാത്ത മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ വിചാരിച്ചാൽ അതിൻ്റേതായ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ സ്ത്രീ പങ്കാളി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 99% പുരുഷന്മാരുടെയും ഇന്നത്തെ പെർഫോമൻസ് ആയിരിക്കത്തില്ല നാളത്തെ. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് പറയുക, ചില സമയത്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക, അതുപോലെ മുൻവിധിയോടുകൂടി ചില കാര്യങ്ങളെയൊക്കെ കണ്ടിട്ട് മനഃപൂർവ്വം സഹകരിക്കാതിരിക്കുക. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ശരിയാകത്തില്ലെന്നൊരു ലേബൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, അതെല്ലാം ഒഴിവാക്കണം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, പ്രത്യുൽപാദനത്തിന് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഇതിനകത്ത് അടിസ്ഥാനപരമായ ചില നിയമങ്ങളുള്ളൂ. അല്ലാതുള്ള ഒരു സാഹചര്യത്തിനും ഇത് ആസ്വദിക്കുന്നതിന് ഒരു രീതി മാത്രമല്ല, അതിന് പ്രത്യേകിച്ച് നിയമവും ഇല്ല. അതുപോലെ സ്ത്രീ പങ്കാളിയാണെങ്കിലും ആ സമയത്ത് കുറച്ച് ലൂബ്രിക്കേഷൻ കൂട്ടിയ സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇപ്പോൾ സ്ത്രീ പങ്കാളി അവർക്ക് ലൈറ്റായിട്ടൊന്ന് മസാജ് കൊടുത്ത് നോക്കിക്കേ, അല്ലെങ്കിൽ കുറച്ച് സ്നേഹത്തോടൊന്ന് പെരുമാറി നോക്കിക്കേ, അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് പ്രാധാന്യം വരത്തക്ക രീതിയിലൊന്ന് സംസാരിച്ച് നോക്കിക്കേ. എന്നുവെച്ചാൽ നമുക്ക് വേണേൽ ഒരാളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവരെ കൂടുതൽ ശക്തിപ്പെടുത്താനും പറ്റും, എന്നാൽ അവരെ കൂടുതലും തളർത്തിയെടുക്കാനും പറ്റും. ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സിംഗ് ആണ്. അതിന് എല്ലാ ദിവസവും മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ പെർഫെക്ഷൻ നോക്കാതെ ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും, ഇതിനകത്ത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ പെർഫെക്ഷൻ നോക്കരുത്. കൂടുതലായിട്ടുള്ള റിസൾട്ട് ഒന്നും നമ്മൾ നോക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു കർമ്മം മാത്രം നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ക്രിയ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ തമാശയായിട്ട് കാണുക. എന്തായിരുന്നോ നിങ്ങളുടെ പ്രശ്നം, ആ പ്രശ്നത്തെയും ഒരു തമാശയായിട്ട് കാണുക. ക്രമേണ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളെ ഒരിക്കൽ ഉത്കണ്ഠപ്പെടുത്തിയ അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, അതിപ്പോൾ ഒരു വിഷയമേ അല്ലാതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും വലിയ സംതൃപ്തി ഒന്നും കിട്ടുന്നില്ലെങ്കിലും അത് പങ്കാളികൾ ആർക്കാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ക്രമേണ നിങ്ങൾക്ക് 2 പേർക്കും അനുഭവപ്പെടും കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നത്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും. പക്ഷേ ഇപ്പോൾ പലരുടെയും സമീപനം അങ്ങനല്ല. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഒരു 2-3 പ്രാവശ്യം അടുപ്പിച്ചൊരു അസംതൃപ്തി വന്നാൽ തന്നെ പിന്നെ അതിൽ നിന്നും ബോധപൂർവം അങ്ങ് വിട്ടു നിൽക്കുവാണ്. ഇനി ഇതൊന്നും ശരിയാകത്തില്ല എന്നൊരു തോന്നൽ 2 പേർക്കും അങ്ങ് വരുവാണ്. എന്നാൽ ഇത് 90 വയസ്സല്ല, 100 വയസ്സിലും ഒരു പുരുഷനെ സംബന്ധിച്ച് സാധ്യമാകും എന്നും ഓർക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.